ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതിനെ കുടുത എന്നാണ് ഇവിടെ പറയുക. പല സ്ഥലത്തും പലതായിരിക്കും. ഇവിടെ കുടുത എന്ന് പറയും. അപ്പോൾ ഒരു വലിയ തരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തേങ്ങാപ്പാൽ വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനൊരു മൺകലം വെച്ചിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കയ്യിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കയ്യിൽ തന്നെ മുളക് പൊടി 2 കയ്യിൽ ഇട്ട് കൊടുക്കാം. ഇത് എരിവ് അധികം ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇട്ടേക്കുന്നത്. ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതേ കയ്യിൽ തന്നെ കുറച്ച് അളവ് വളരെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുടപ്പുളി ഞാനൊരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് പുളിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പീഞ്ഞ് വെച്ചേക്കുന്ന നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തേക്കണം. അപ്പോൾ അതും കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം നമ്മളെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് കറി ഉണ്ടാക്കി നോക്ക്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.